ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ആസ്ട്രോത്രോക്ക് എന്റെ ആപ്പിന്റെ പ്രൊമോഷൻ ചെയ്ത കുറെ ടീംസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർ ചെയ്ത ഉടായ്പകളെ പറ്റി കുറച്ചും കൂടി ആധികാരികമായി സംസാരിക്കാം. ആദ്യത്തെ കക്ഷി നമ്മുടെ നോറയുടെ പ്രൊമോഷനിലത്ത് നോറ എന്നാ പറഞ്ഞേ, എന്റെ സ്വന്തം വീടാണ്, ഹോം ടൂർ ആണ് എന്നും പറഞ്ഞിട്ടല്ലയോ പുള്ളിക്കാരത്തി വീഡിയോ ചെയ്തത്. എന്നാൽ അതല്ല, പുള്ളിക്കാരത്തിയുടെ വീടല്ല. നോറയുടെ വീഡിയോ ഞാൻ ആദ്യം ഒന്ന് വെക്കാം. അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. വെൽക്കം ടു മൈ ഹോം ടൂർ. ആ വീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്രണ്ട് നിങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീടിന്റെ മുൻവശം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിരുന്നോളൂ. ആ കളറും എല്ലാം കൂടി അത് ആവശ്യമുണ്ട്. 13 years ഈ ഇരിക്കുന്ന ഇരിപ്പിടവും ആ കസേരയും ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചോളൂ, ആവശ്യമുണ്ട്. ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ഒടുവിൽ ആത്രോത്തോക്കിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആത്രോത്തോക്ക് വഴി പുള്ളിക്കാരത്തിക്ക് വീടെടുക്കാൻ സഹായിച്ചു. അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്തപ്പോഴത്തേക്ക് നൂറയ്ക്കൊരു വീടെടുക്കാൻ പറ്റിയെന്നാണ് നൂറ പറയുന്നത്. അപ്പൊ അതാണ് നൂറയുടെ കഥ. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കാം ഗൈസ്. ഇവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നൂറയുടെ ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. നോറയാ എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കുന്നു. ഞാൻ നോറേനൊക്കെ പറയും, നിങ്ങൾ മനസ്സിലാക്കി എടുത്തോണം കേട്ടോ. കുറെ 100-200 നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കൊച്ചു വീട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഒരു 3 കൊല്ലത്തോളായി കഷ്ടപ്പെട്ട് വെച്ച വീട്, കൊച്ചു വീട്, 3 വർഷം കഷ്ടപ്പെട്ട് വെച്ച വീട്. വീട് നിങ്ങളൊന്ന് കണ്ടോ, മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളൊരു കൊച്ചു വീട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ വീടല്ലേ നമ്മൾ നേരത്തെ കണ്ട വീട്. ഫ്രണ്ട് ഏരിയ വരുന്നത്. അപ്പൊ അതാ ഇവിടെ ആയിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. ഒരു വുഡൻ തീമായിട്ട് നമ്മൾ കൂടുതൽ വുഡൻ തീമാ നമ്മൾ കുറെ ചെടികളൊക്കെ ഇതിന്റെ ഫ്രണ്ട് നിന്നിട്ടാണ് നേരത്തെ വെൽക്കം ടു മൈ ഹോം ടൂർ എന്ന് പറഞ്ഞത്. ഉളുപ്പില്ലാത്ത ജന്മ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഇത്. പക്ഷെ വളർന്നിട്ടില്ല, 2 മാസമെങ്കിലും എടുക്കും വളരാൻ. വളർന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോ തന്നെ ഈ ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ പൂജാമുറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിസിബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു സ്പേസ് ഇവിടെ 2 സൈഡിൽ 2 വാഴ. ഇത് ഓർമ്മയുണ്ടോ? ഈ ബാൽക്കണി ഓർമ്മയുണ്ടോ? ഉണ്ട് ഗൈസ്, 2 വാഴ. യെസ്, ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ ആ ചെയർ ഓർമ്മയുണ്ടോ? ആ ചെയറിന്റെ അവിടെ ഇരുന്നിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് പറ്റി, അതിനാണ് ഞാൻ അത്രയൊക്കെ പരിചയപ്പെട്ടത് എന്ന് പറഞ്ഞത്. പഴയ നമ്മളെ ചാരികല്ലേ, പക്ഷെ നല്ല കംഫർട്ടാ. യെസ്. അപ്പം ഉറ്റ ചങ്ങാതിമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ വലിഞ്ഞു കയറി ചെന്ന് സ്വന്തം വീടാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യും. നാണം ഉണ്ടോ നിനക്ക്? നാണം. ഇനി പണ്ട് നീ പറഞ്ഞ മറ്റേ ഡയലോഗാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇത് തന്നെയാണ് ജനങ്ങളും ഇപ്പൊ നിന്നെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാണമില്ല, മാനമില്ല, ഉളുപ്പില്ല, നിലപാടില്ല, ഒരു തേങ്ങാക്കൊലയുമില്ല. നിങ്ങൾ പ്രൊമോഷൻ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. കാശ് മേടിച്ചോ. പ്രൊമോഷൻ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തികളും നിങ്ങളല്ല. പക്ഷെ ആളുകളെ പറഞ്ഞ് പറ്റിക്കരുത്. ഇമാതിരി പറ്റിക്കൽ പരിപാടിയായിട്ട് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് അലക്കും, ഞാര് വന്നാലും. ഈ യാത്രത്തോക്കിന്റെ ആപ്പിന്റെ എല്ലാ പ്രൊമോഷനും ഇങ്ങനെ തന്നെയാണ്. കാണുന്നവർ ഭയങ്കര ഒറിജിനൽ എന്ന് വിചാരിക്കും, പക്ഷെ കംപ്ലീറ്റ് ഉടായ്പ്. ആ രീതിയിലുള്ള അഭിനയമാണ്. സാധാരണക്കാര്, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരാണ് ഇവരുടെയൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ആ കുഴിയിൽ പോയി വീഴുന്നത്. ഒന്നാമതേ ഫിനാൻഷ്യലി പ്രശ്നമായിട്ട് നിൽക്കുന്നവരായിരിക്കും ഇതിനൊക്കെ പോകുന്നത്. അവിടെ പോയിട്ട് അവരെയും പറ്റിച്ച് ഉള്ള പൈസയും കൂടെ പോകുന്ന അവസ്ഥ. ഇതിന്റെ മൊയിലാളി പുനീത് ഗുപ്ത എന്ന് പറയുന്ന ആ നാറി, അവൻ ശരിക്കും പൈസ കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നത് ഓരോ വർഷം. 1000-2000 കോടിയാണ് അവൻ ഓരോ വർഷം ഈ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത മറ്റേ വ്യക്തി ശ്രീകുട്ടി, പുള്ളിക്കാരത്തിന് ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണണം. മെഴുകലെന്ന് പറഞ്ഞ ഇജാതി മെഴുകല്. വിമ്മിന്റെ പരിസ്ഥിതി പോലും ഇത്രയും മെഴുക്ക് കാണത്തില്ല ആ പാത്രത്തിൽ. ചേച്ചിയുടെ വീഡിയോ ഒന്ന് കാണിക്കാം. ഒരു കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അയ്യോ, ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയും കുറേയേറെ കമൻസ് കേട്ടോ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ എന്ത് ആളുകളെ പറ്റിക്കുന്നതാ? ഇതാണോ ജോലി? ചേച്ചി ഈ ഉടായിപ്പ് ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്നതാണ് ചേച്ചിയുടെ ജോലിയെങ്കിൽ ചേച്ചി സ്വന്തം നിലവാരം ഒന്ന് അളന്നു നോക്കുന്നത് നന്നായിരിക്കും കേട്ടാ. സീരിയസ്ലി
എനിക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടി വിയിൽ എന്തെല്ലാം പരസ്യം കാണുന്നു, എന്തെല്ലാം പരസ്യം, അപ്പം അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിയാണ്, നമ്മൾ ഒരുപാട് പരസ്യം ടി വിയിൽ കാണുന്നുണ്ട്. പക്ഷെ ടി വിയിലെ പരസ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണെന്നും പറഞ്ഞിട്ടൊന്നും അല്ല കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് ഞാനൊരു കഥ പറയാം, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇതിനെ നമുക്ക് പരസ്യത്തിന്റെ കാറ്റഗറി പെടുത്താൻ പറ്റൂല. നിങ്ങൾ ആ വീഡിയോ ചെയ്തപ്പോൾ എവിടെങ്കിലും ഒരിടത്തെങ്കിലും പറഞ്ഞോ ഇതൊരു പരസ്യമാണെന്ന്? ഇല്ലല്ലോ. ഞങ്ങൾക്ക് വീട് വെക്കാൻ പോയപ്പം ഉണ്ടായ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു, എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ചെയ്തത്. അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചത് അത്ര. ചേച്ചി, ഇത് പരസ്യമല്ല, ഇത് ആളുകളെ പറഞ്ഞ് പറ്റിക്കലാണ്. പറ്റിക്കല്. പരസ്യത്തിനൊക്കെ ചെറിയൊരു എത്തിക്സ് ഉണ്ട്, ഇതിനതില്ല. ആളുകളുടെ ഇമോഷൻസിനെയാണ് നിങ്ങൾ കച്ചവടമാക്കുന്നത്. നിങ്ങളുടെയൊക്കെ വ്ലോഗ് കാണാൻ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇത് പരസ്യമാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അവരുടെയൊക്കെ വിശ്വാസത്തെയാണ് നിങ്ങൾ പറ്റിച്ച് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ആ പരസ്യത്തിൽ. നമ്മൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്, അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുമുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആരും നിർബന്ധിച്ച് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. നമുക്കത് വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അവർ ഇടുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രൊമോഷൻസ് ഒക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റി കളഞ്ഞാൽ പോരെ. എന്തിനാണ് അതിന് ഇത്രയേറെ നെഗറ്റീവ് കമൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. സാധാരണ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫേസ് ക്രീമോ സോപ്പോ എന്താ ആയിക്കോട്ടെ, അത് പ്രൊമോട്ട് ചെയ്യുന്നത് പോലാണ് നിങ്ങളിത് പ്രൊമോട്ട് ചെയ്തത്. അവിടെയാണ് തെറ്റുപറ്റിയത്. അതാദ്യം മനസ്സിലാക്കുക. ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ ഒരു ഇൻഫ്ലുവൻസർ വന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ വന്ന് ചെയ്യുമ്പോൾ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും, അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പേനയിലെ മഷി തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പളപളാന്ന് വെളുക്കും എന്നൊക്കെ പറഞ്ഞ് വന്ന് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് പ്രൊമോഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ മേടിച്ചാൽ. പക്ഷെ ഇവിടെ നിങ്ങൾ വിൽക്കാൻ നോക്കിയത് എന്താണ്? പ്രോഡക്റ്റ് വല്ലതും ആണ്. നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഓഡിയൻസിന്റെ വിശ്വാസം, അതാണ് സെല്ല് ചെയ്യാൻ നോക്കിയത്. ഡിഫറൻസ് ഇറക്കും. അത് ഞാൻ പറഞ്ഞെന്ന് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും ബോധവും തന്നെ ഉണ്ട്. എന്നിട്ട് വന്നിട്ട് പൊട്ടം കളിക്കല്ലേ. അതുപോലെ ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നൊരു ആദ്യത്തെ വ്യക്തിയാണോ ഞാൻ? മറ്റുള്ളവരെ പോലെ ആണെന്ന് കരുതി ശ്രീകുട്ടി ജെനുവിൻ അല്ല. ഈ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ജെനുവിൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യാതിരുന്ന എനിക്ക് ആ കാശ് പോകും. അത് അവരെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ആ കാശ് ഈ കാണുന്നവരാരും, എനിക്ക് ഈ കമൻസ് ഇടുന്നവരാരും, കാണുന്നവരല്ല, ഈ കമൻസ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നവരാരും കൊണ്ട് തരത്തില്ല. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. കേട്ടല്ലോ, നല്ല വെടിപ്പായിട്ട് വൃത്തിക്ക് കേട്ടല്ലോ. അത് കേൾക്കേണ്ട ഒരു ടോണുണ്ട്. നിനക്കൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കള. ഈ ടൂണിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്താ പറയുന്നതിന്റെ പുച്ഛം. ഒരു പൊടിക്ക് അങ്ങോട്ട് മാറില്ല കേട്ടാ. എനിക്ക് ക്യാഷ് മതിയായിരുന്നു. എത്തിക്സ്, തന്റെ വീഡിയോ കാണുന്ന ഓഡിയൻസിനോടുള്ള കമ്മിറ്റ്മെന്റ്, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ക്യാഷ് മതി. എങ്ങായിട്ടുണ്ട്. നിങ്ങൾ ഈ പുച്ഛം വാരി വിതറുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ കാണുന്ന ഓഡിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാനലില്ല, ഒരു പ്രൊമോഷനും നിങ്ങൾക്ക് വരാൻ പോണില്ല. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓഡിയൻസിനോട് കാണിക്കേണ്ട ഒരു ബേസിക് റെസ്പെക്റ്റ് ഉണ്ട്, ഒരു മിനിമം എത്തിക്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കാണിക്കുക ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ ചെയ്ത ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകർ വന്ന് ഇട്ടേക്കുന്ന കുറച്ച് കമൻറ്റ്സ് ചെയ്യാണെന്ന് കാണിക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ട്. മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനാണ് ഈ വീട് എനിക്ക് വെച്ച് തന്നതെന്ന്. ഇപ്പം ആടിന് വേണ്ടി കള്ളത്തരം പറയുന്നു. 73 പേരാണ് ആ വീഡിയോ കമൻറ്റ് ലൈക്ക് ചെയ്തേക്കുന്നത്. ആസ്ട്രോ ടോക്കിനെ കുറിച്ച് ആദ്യമായി പറയുന്നതും ചാറ്റ് ചെയ്യുന്നതും പറഞ്ഞതൊക്കെ ഈ ഇടയ്ക്കാണ്. ഈ വീട് വെച്ചിട്ട് കുറെ നാളായില്ലേ, ഡോണ്ട് ഡു ഫേക്ക് പ്രൊമോഷൻ. ആ ക്യാഷ് ഒന്നിനും ഉപകാരപ്പെടില്ല. അടുത്തത്, ഈ വീടൊക്കെ വെച്ചിട്ട് കുറെ നാളായില്ലേ, അന്നൊക്കെ ഈ ആപ്പ് ഉണ്ടോ? ഇവര് വീട് വെച്ച സമയത്ത് ഈ ആപ്പ് പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഈ കമന്റ്സ് ഇടുന്ന ആളുകൾ ഇവരുടെ കമന്റ് സെക്ഷനിൽ വന്ന് ആദ്യമായിട്ടൊന്നും അല്ല കമന്റ് ഇടുന്നത്. ഇപ്പൊ ഈ കമന്റ് ഇട്ട വ്യക്തി തന്നെ 10-33 കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അവർ മുൻപിട്ട് ഒരു കമന്റ് വെക്കിട്ട്, പറ്റില്ല, ഡെയിലി വ്ലോഗ് വേണം, 11 മണിയാകാൻ വെയിറ്റ് ആണ് എന്നും. സോ നിങ്ങളുടെ വീഡിയോ 10-11 മണിയാക്കി ആകുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടിയിരിക്കുന്ന, വെയിറ്റ് ചെയ്തിരിക്കുന്ന ജനങ്ങളാണ് ഇവരൊക്കെ. അപ്പൊ നിങ്ങളെ ഡെയിലി കാണുന്ന ആളുകളാണ്
വന്ന് കമന്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവരെന്തിന് കമന്റ് ഇടുന്നു, എനിക്കിഷ്ടമുള്ള പ്രൊമോഷൻ ഞാൻ ചെയ്യും എന്ന് അത് പറയുന്നതിന് തന്നെ സീരിയസ്ലി അത് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് നിങ്ങളുടെ ഓഡിയൻസിനോട് നിങ്ങൾ കാണിക്കുന്നത്. ഇത് റേഡിയോ ഒന്നും അല്ലല്ലോ, യൂട്യൂബാണ്. ഒരു കാര്യം അങ്ങോട്ട് ഇടുമ്പം അവർക്ക് അഭിപ്രായം പറയാം. ഇപ്പം നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഉള്ളതുപോലെ അവർക്ക് കമന്റ് ഇടാനുള്ള അവകാശമുണ്ട്. അത് കേൾക്കാൻ താല്പര്യമില്ല, കമന്റ് സെക്ഷൻ അങ്ങ് ഓഫാക്കി വെക്ക്, പ്രശ്നം തീർന്നില്ലേ? ഉത്തരം മുട്ടുമ്പം പറഞ്ഞാൽ മതിയല്ലോ, നിനക്കൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ആരെയും നിർബന്ധിച്ചില്ലല്ലോ. അതൊന്നും ഒരു മറുപടിയല്ല. എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് ന്യായീകരണം. എത്രയോ പേര് ടി വിയിലും യൂട്യൂബിൽ തന്നെ എത്രയോ പേര് പ്രൊമോഷൻ എന്തെല്ലാം പ്രോഡക്ട്സിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജെന്യുവനായിട്ടുള്ളതാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് സീരിയസ്ലി എല്ലാം ജെന്യുവനായിട്ടുള്ളതല്ല. ഞാനും ചെയ്തത് ജെന്യുവനായിട്ടുള്ളതല്ല. അവരെന്നെ പറയുകയാണ് എല്ലാം ജെന്യുവനൊന്നും അല്ല, ഉടായ്പൊക്കെയാണ്, ഞാനും പൈസ തന്നു മേടിച്ചു ചെയ്തു, ജെന്യുവനൊന്നും അല്ല. അവര് തന്നെ പറയാതെ പറയുന്നു എല്ലാം ജെന്യുവനല്ല. ഇതും അതുപോലെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. ഇത് കാണുന്നവർക്ക് അത് പ്രൊമോഷന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അത് വേണമെങ്കിൽ അയ്യേ വേണ്ട എന്നുള്ള പുച്ഛം പുച്ഛം വല്ലാത്ത പുച്ഛം അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ, അപ്പം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് വന്നാലും നിങ്ങൾക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടെ സർക്കാർ പോലും പറയുന്ന കാര്യങ്ങൾ നേരെ ചെയ്യുന്നില്ല. എന്തെല്ലാം വാഗ്ദാനങ്ങളും പരസ്യങ്ങളുമാണ് ചെയ്യുന്നത്, അവർ പോലും നേരെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ഞാൻ 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീട് ചെയ്യുമ്പോൾ അതിനെന്തിനാണ് ഇത്രയേറെ കമൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് എന്ന രീതിയിലാണ് കമൻസ് ഒക്കെ വരുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല, എന്തിനാണ് അങ്ങനെ ഒരു, ഞാനിത് മുന്നേ പറഞ്ഞ കാര്യമാണ്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല പ്രൊമോഷൻസും എനിക്ക് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വേണമെങ്കിൽ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. അതിന് ഇത് കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും തോന്നണ്ടേ ഇതൊരു പരസ്യമാണെന്ന്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത രീതി തന്നെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഥ ഒക്കെ പറഞ്ഞ് വീട് വെക്കാനുണ്ടായ കഷ്ടതകളൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനമാണ് ഈ ആസ്ട്രോ ടോക്കിലോട്ട് വരുന്നത്. നിങ്ങൾ അതിനു മുമ്പ് നിങ്ങൾ എവിടെയാണ് അതിനകത്ത് പരസ്യമെന്ന് പറഞ്ഞു സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? സാധാരണ ജനങ്ങൾ നിങ്ങളുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർ അത് വ്ളോഗാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് കാണുന്നത് തന്നെ. അവരുടെ സമയം നഷ്ടം, അവരുടെ ഡേറ്റ നഷ്ടം. പരസ്യമായിരുന്നു ആദ്യമേ പറഞ്ഞിട്ട് അവർ സ്കിപ്പ് ചെയ്തിട്ട് പോയാനെ. ഇമാതിരി ഒറിജിനാലിറ്റി അല്ലായിരുന്നു അഭിനയത്തിൽ. ഈ മാതിരി അഭിനയം ഇവരുടെ സീരിയൽ പോലും ഇവർ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ മാത്രമല്ല, ഇതിനു മുമ്പ് പല ആളുകളെയും ഈ സെയിം ആസ്ട്രോടോക്ക് പ്രൊമോഷൻ ചെയ്ത പല ടീംസിനെയും ഇവിടെ ഇറക്കി ഇട്ടിട്ടുണ്ട്. നമ്മളെ പോലുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴത്തേക്ക് ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ സംഭവം ഇങ്ങനെയാണ്, ഉടായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാതിരി വന്ന് കഥകൾ വന്ന് അടിച്ച് വിടുന്നതെന്ന്. അത് കാണുമ്പോൾ നിങ്ങളുടെ സ്ഥിരം കാണുന്ന ഓഡിയൻസിന് അല്ലാതെ തന്നെ അത് മനസ്സിലാവും. അവർ വന്ന് കമന്റ് ചെയ്യും, അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഇത് ന്യായീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഴയ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ എടുത്ത് നിങ്ങൾ സ്വയം ഒന്ന് കാണും. 2 ക്ലിപ്പ് ഞാൻ വേണേ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം. നമ്മൾ ഈ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നും, കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും, ചിലർക്കൊക്കെ അത് ഫാൻസി ആയിട്ട് തോന്നും. എന്തായാലും ഞാൻ ആ ഒരു വിശേഷം നിങ്ങളോട്ട് പറയാം കേട്ടോ. കഥ പറഞ്ഞു തരാം, വിശേഷങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞു തരാം. ചിലപ്പോൾ നിങ്ങളൊന്നും ഇത് കേട്ട് കഴിഞ്ഞ് വിശ്വസിക്കത്തില്ല, അത്രയും വലിയ കഥയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി തള്ളി തുടങ്ങിയത്. ഓർക്കുന്നില്ല? ഇതിനകത്ത് എവിടെങ്കിലും പെയ്ഡ് പ്രൊമോഷനെന്നോ എവിടെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ താഴെ ടൈം ലൈൻ സ്റ്റാമ്പിനകത്ത് കൊടുക്കാമല്ലോ, പ്രൊമോഷൻ ഇന്നത് തൊട്ട് ഇത്ര ദിവസം, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ, അങ്ങനെ കൊടുക്കാമല്ലോ. അതുപോലും കൊടുത്തില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരെ പോലെയും. അപ്പം ഇതിനെപ്പറ്റി ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവത്തെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞിട്ടില്ലേ, പുതിയ കഥയാണേ. ഇമാതിരി ഡയലോഗൊക്കെ അടിച്ചിട്ട് വന്നിരുന്ന് മെഴുകല് എന്താ പൊന്നി ചാച്ചി. ഫൈനലി നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അവിടെ ഒരു 60,000 നമ്മൾ അഡ്വാൻസും കൊടുത്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് അതിനെന്തോ ഒരു ഡിലേ അല്ല, അതങ്ങ് ക്യാൻസലായിട്ട് ആ 60,000 രൂപയും വെള്ളത്തിലായിട്ടോ. അങ്ങനെ അതുകൂടി ആയപ്പോൾ ആകെ കൂടി ഒരു വിഷമമായി. പിന്നെ അതൊരു സ്വപ്നം മാത്രമായിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ളൊരിതായി. പാവോട്ടാ, സ്വന്തം കഥയെ പറഞ്ഞു. അവർ അഡ്വാൻസ് കൊടുത്ത് 60,000 രൂപ അങ്ങ് നഷ്ടപ്പെട്ടു, അവരുടെ പൈസ നഷ്ടപ്പെട്ട് അങ്ങനെ അവർക്ക് അങ്ങ് വിഷമമായി, സാഡായി. എവിടെയാണ് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങളുടെ വീഡിയോ കാണുന്ന സ്ഥിരം പ്രേക്ഷകർ അത് പറയുന്നുണ്ടല്ലോ കമന്റ് സെക്ഷനിൽ, ഈ വീഡിയോ നിങ്ങളുടെ അച്ഛൻ വെച്ചെന്നാണെന്ന്. ഇങ്ങനെ നട്ടാ കിളിക്കാത്ത കള്ളക്കഥകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കല്ലേ ചേച്ചി. ഇത് പ്യുവർ സ്കാം, വിശ്വാസവഞ്ചനയാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്ത്. സീരിയസ്ലി സമ്മതിക്കണം. എന്നിട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്ന്, എന്തിനാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്നതെന്ന്
ഒരുപാട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് EMIs, വേദയുടെ മോളുടെ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സ്വന്തം മോഡൽ സ്റ്റഡീസ് വരെ ഇതിനകത്ത് കുത്തിക്കയറ്റി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ലേശ ഉളുപ്പ് സീരിയസ്ലി ഉണ്ടോ? കാണില്ലെന്ന് അറിയാം, എന്നാലും വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ചേച്ചിയുടെ വിഷമം മാറ്റാൻ വേണ്ടി നമുക്ക് മറ്റൊരു ടീമിനെയും കൂടെ പരിചയപ്പെടാം. ഒരു 3 മാസം മുമ്പ് ഇവർ ഏറിപ്പോയതാണ്, എന്നാൽ നമുക്ക് ഒന്നും കൂടെ വിടാം. മീറ്റ് മെറി, അങ്ങനെയല്ലേ അവർ പറയണേ? ഓക്കെ, അവര് തന്നെ. ഇവർ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു 3 months മുമ്പ് ഈ സെയിം സാധനം ഇവരും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടെ ഞാൻ നോക്കാം. ചേച്ചിക്ക് ഒരു വിഷമം വരണ്ട, അവരെ മാത്രം പറഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാളും മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു കഥ പറഞ്ഞുതരാം. എല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് അല്ലേ, എങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ തരണം ചെയ്തതെന്ന് കുറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ധവിശ്വാസം എന്നൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് എന്നെ പോസിറ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് ഫോളോ ചെയ്തിരിക്കും. ഈ വീഡിയോ എടുക്കാൻ 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year എടുത്തു. 1 year എടുത്തിട്ടാണ് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഭയങ്കര ഡിലേ ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ റേഞ്ചില്ല, ബജറ്റിലുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാർ ചോദിക്കാൻ, നിങ്ങൾക്ക് നിങ്ങൾ ആരിട്ടൊന്നും പോയി കാണുക, ഏതെങ്കിലും അസ്ട്രോളജറിനെ കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോകും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾ നോക്കണം. ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല. സെയിം കഥ, സെയിം സാധനം. വീട് പണി, സ്ഥലം കിട്ടുന്നില്ല. അല്ല, അഡ്വാൻസ് എല്ലാം കൊടുത്തും നഷ്ടപ്പെട്ടായിരുന്നു, അതിനെപ്പറ്റി പറഞ്ഞില്ല. അമ്മ പറഞ്ഞു ആസ്ട്രോളജറിനെ പോയി കാണാൻ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഒരു ദിവസപ്പെട്ട എല്ലാ വീഡിയോ നോക്കുമ്പോഴത്തേക്കും ഈ ആസ്ട്രോളജർ എന്ന് പറയുമ്പോൾ ഇവർക്ക് തെറ്റ് പറ്റുന്നുണ്ട്. കള്ളത്തിന് പറയുന്നതുകൊണ്ട് തെറ്റുന്നതാണോ അതോ അത് പറയാൻ അറിയാത്തതുകൊണ്ട് തെറ്റുന്നതാണോ എന്നറിയത്തില്ല. സഞ്ജു ടെക്കിയുടെ അമ്മ ഇത് പറഞ്ഞപ്പോ തെറ്റി. അന്നേരം ഞാനാണ് ഇവനോട് പറഞ്ഞ, എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി പിന്നെ എന്തുവാ ജ്യോതിഷം ഈ പറഞ്ഞ നേരത്തെ കാണിച്ച ശ്രീകുട്ടി അത് പറഞ്ഞപ്പോ തെറ്റി. അപ്പോൾ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. ഇവര് പറഞ്ഞ സമയത്തും ഇവര് 2 വട്ടം റിപ്പീറ്റ് എടുത്ത് പറഞ്ഞു. നിങ്ങൾ ആരിട്ടൊന്നും പോയി കാണുക, ഏതെങ്കിലും അസ്ട്രോളജറിനെ കാണുക. എല്ലാവർക്കും ഒരേ സ്ക്രിപ്റ്റ്. ആരുടെ ഇതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നത്? ഇവിടെ യാത്ര നോക്ക് ഉമ്മനെ സ്ക്രിപ്റ്റ് എങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കടാ, ഈ വീട് പണി വേണ്ടി നടക്കാതെ. ഈ ഒരു ഒറ്റ സ്ക്രിപ്റ്റ് വെച്ച് എത്ര കൊല്ലോട്ടാണ് നീ ഇത് ഓടിച്ചോണ്ടിരിക്കണത്? ഒന്നും മാറ്റിയതാ. പിന്നെ മൊയിലാളി ഒന്ന് പറയുന്നുണ്ട് 1 കോടി രൂപയാണ് അവന്മാര് പ്രൊമോഷന് വേണ്ടിട്ട് ഇറക്കുന്നതെന്ന്. എന്നിട്ട് മര്യാദയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോലും ഒരുത്തരും ഇല്ലൂടെ അവിടെ. കല്യാണത്തിന് നമ്മൾ ജാതകം നോക്കിയിട്ട് പിന്നെ സമയം നോക്കി, അത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതിന് ജാതകം വെച്ചിട്ടില്ല. അത് നമ്മൾ അസ്ട്രോ ടോക്കിൽ അഖില എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഒരു മാഡത്തിനെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അസ്ട്രോ ടോക്ക് പോയിട്ട് അഖിലനോട് സംസാരിച്ച് നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു. ഈ സ്ഥലം മേടിക്കാനുള്ള ഡിലേ, പിന്നെ ലോണിന്റെ ഇഷ്യൂസ്, നമുക്കൊന്നും സ്ഥലം ശരിയാകുന്നില്ല, ഇഷ്ടപ്പെടുന്നത് കിട്ടുന്നില്ല, കിട്ടുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ അതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കുകയാണെങ്കിൽ കുറെ സ്ട്രെസ്സായി, കുറെ ഡിപ്രഷന്റെ പ്രശ്നം, അങ്ങനത്തെ എല്ലാവർക്കും ഈ സമയത്ത് സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ സ്വാഭാവികം, മനസ്സിലായല്ലോ. ഈ ഒരു പ്രൊമോഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ചായ ഉണ്ടാക്കുന്നതിനിടയിൽ, ബെഡ് വിരിക്കുന്നതിനിടയിൽ, ഇങ്ങനെയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ്. എല്ലാവരും ഭയങ്കര അഭിനേതാക്കളാണ്. പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ ഇതൊക്കെ അഖിലനോട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രശ്നം. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കുറെ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വീടെടുക്കുമ്പോൾ എല്ലാത്തിലും ഒരു നിമിത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ ശരിയായി വരാം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അഖിലനോട് പറഞ്ഞു. അഖില നമ്മളോട് കുറേ സംസാരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റെമഡീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറേ കാര്യങ്ങൾ ലിസ്റ്റ് അങ്ങനെ തന്നു. നമ്മൾ അതൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ അത് ഏകദേശം നമ്മളത് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആക്ച്വലി ഒക്ടോബർ അവർ പറഞ്ഞു, ഈ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഈ ക്യാമറ നോക്കി സംസാരിക്കും. ക്യാമറ നോക്കി കഴിഞ്ഞാൽ കളത്തിനൊന്നും മനസ്സിലായി, അതുകൊണ്ട് ക്യാമറ ഇങ്ങോട്ട് നോക്കുന്നില്ല. ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറയുക. കിട്ടും കറക്റ്റ്. നമ്മൾ ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പിലേക്ക് ഒരു സ്ഥലം കിട്ടി കേട്ടോ. സ്ഥലം വാങ്ങിച്ചു, രജിസ്ട്രേഷൻ കഴിഞ്ഞു, എല്ലാ ഡിലേസും പ്രശ്നങ്ങളും ഒക്കെ അത് അവിടെ തന്നെ സോൾവ്. ഓർത്തോർത്ത് പറയൂ കേട്ടോ സ്ക്രിപ്റ്റ്. പിന്നെ മെരിയും കുറച്ച് റിലാക്സ് ആയി. പിന്നെ നമ്മുടെ ഡിസൈനറിനെ കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചു. പിന്നെ മൊത്തം അതൊരു എന്താ പറയുക, ഫ്ലോ പോലെ വന്നു നമ്മുടെ ലൈഫിൽ. എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിലേക്ക് അങ്ങനെയോ എത്തിച്ചേർന്നത്. അതുപോലെ ഡിലേയും കാര്യങ്ങളും അഖില പറഞ്ഞിരുന്നു, നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഇതേ പോലെ വരും. പക്ഷെ ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയി. സത്യം അങ്ങനെയായിരുന്നു. ഞെട്ടിപ്പോവല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞെട്ടലിനെ പറ്റിയും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൈൻഡിൽ ഒരു സംശയം ഉണ്ടാവില്ല. ആക്ച്വലി അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ എങ്ങനെയോ അതങ്ങനെ അതേപോലെ ആള് പറഞ്ഞതുപോലെ തന്നെ നടന്നു. കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ടായിരുന്നു, ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു. അപ്പൊ ഇതാണ് ആത്രോത്തോക്കിന്റെ ഇവരുടെ പരസ്യം. ഉള്ളത് പറയാലോ, അഭിനയിക്കാൻ മറ്റേ ചേച്ചിയുടെ അത്രയും അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞങ്ങ് തീർത്ത്. കുറച്ച് ഡ്രാമ ഇവരുടെ ഈ ഒരു ഇതിനകത്ത് കുറവായിരുന്നു. ശ്രീകുട്ടിയായിരുന്നു ഡ്രാമ. അയ്യോ, പഴയ സീരിയല് തോറ്റു.
അജാതി ഡ്രാമ. ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇവര് പോയതായിരുന്നു, ഏറി കയറിയതായിരുന്നു എന്ന് എല്ലാവരോടും എടുത്തിട്ട് അലക്കി. ഈ യാത്രത്തോക്കുകാര് ഈ വീട് പണി കഴിഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, ഇൻസ്റ്റാഗ്രാമേഴ്സ് ഇവരെയൊക്കെയാണ് തോന്നുന്നു പിടിക്കുന്നത്. അങ്ങനെയാണ് മിക്കവാറും ഉടനെ ഗ്ലാമി ഗംഗയെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാർത്തിക് സൂര്യയുടെ വീട് പണി നടക്കുന്നുണ്ട്, അവനെയും പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അന്നേരം ഇവരൊക്കെ ഇതുമായിട്ട് വരാനുള്ള ഒരു ഇത് ഞാൻ കാണുന്നു. കാര്യം നല്ല പൈസ കൊടുക്കും, നല്ല പൈസ കൊടുക്കും ഇവർക്കൊക്കെ തന്നെ. നല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊമോഷൻ തന്നെ നല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെയൊക്കെ ഇതെടുത്ത് പറയുന്നത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് അസൂയ ഉണ്ടായത് കൊണ്ടൊന്നും അല്ല. നിങ്ങൾ പ്രൊമോഷൻ ചെയ്ത് പൈസ വാങ്ങിക്കോ, നോ ഇഷ്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ വിശ്വാസം മുതലെടുക്കുന്ന രീതിയിൽ പറ്റിക്കുന്ന തരത്തിൽ ഒരു എത്തിക്സും കാണിക്കാതെ പണത്തിന് വേണ്ടിയിട്ട് എന്ത് പോഴത്രവും വിളിച്ചു പറയുന്ന രീതിയിൽ കഥയുണ്ടാക്കി ഇമ്മാതിരിയുള്ള പ്രൊമോഷൻസ് ചെയ്യുന്നതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് നമുക്ക് ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല, സീരിയസ്ലി ഇല്ല. പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും, അത് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമുക്ക് ഒരു വീഡിയോയുടെ കണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ ആത്രോത്തോക്കിന്റെ പരസ്യം മാത്രമേ കണ്ടിട്ടുള്ളല്ലോ നിങ്ങൾ. ഈ ആത്രോത്തോക്കിലോട്ട് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം എന്താണെന്ന് നിങ്ങൾ ഇതിനെ കണ്ടിട്ടില്ലല്ലോ. ഒരു ലേഡി ആത്രോത്തോക്കിൽ വിളിക്കുന്ന സമയത്ത് അവര് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതൊന്ന് വെക്കാം. എടാ, ഞാൻ ഇന്ന് ആസ്ട്രോടോക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡെയിലി ഞാൻ ഇതിന്റെ ആഡ് കാണാറുണ്ട്. അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്, അപ്പൊ ഞാൻ വിചാരിച്ചത് ട്രൈ ചെയ്ത് നോക്കാന്ന്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോ നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ 2 മിനിറ്റുള്ള എന്തൊക്കെ സംഭവിക്കുന്നത് കാണിച്ചു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, സ്ഥലം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രീ ചാറ്റിന്റെ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആസ്ട്രോളജറുമായിട്ട് സംസാരിക്കാനുള്ള ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് എനിക്ക് വന്നത് ദേ ഇതുപോലത്തെ ശ്രീലക്ഷ്മി ഉണ്ണിത്താൻ എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജർ ആയിരുന്നു. ഈ ഫോട്ടോയിൽ കാണിക്കുന്നതല്ല, ഇതെന്റെ ഫ്രണ്ടാണ്. മറ്റേതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡെമോയ്ക്ക് വേണ്ടി വേഷം കിട്ടിച്ചത്. 2 മിനിറ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. മുകളിൽ ഇങ്ങനെ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടേ. ആദ്യം നമ്മളുടെ അടുത്ത് എന്താണ് അറിയേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്ത തുടങ്ങും, അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ 2 മിനിറ്റിൽ 1.5 മിനിറ്റും പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് അവസാനത്തെ 15 മിനിറ്റ് ആവുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെങ്കിലും ഒക്കെ ഒരു കറുത്ത മറകുണ്ടാവാൻ സാധ്യതയില്ലെന്ന്. നിങ്ങളുടെ ജാതകം കിട്ടിലോ ആണ്, പക്ഷെ ഒരു വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ അയ്യോ എന്താണ് പ്രശ്നം? അപ്പൊ പുള്ളിക്കാരി പറയും, അയ്യോ സോറി, ഫ്രീ ആയിട്ടുള്ള സംഭവമൊക്കെ തീർന്നു, 20 രൂപ തരാമെങ്കിൽ പറയാവും. എന്നിട്ട് അതിന്റെ ഒപ്പം ഒരു വോയിസും കൂടെ അയക്കും. Yes, I have noticed something very interesting in your horoscope. പിന്നെ എന്റെ അടുത്ത് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും, 28 വയസ്സാവുമ്പം എനിക്ക് ലവ് മാരേജ് ആവുള്ളൂ. അതെന്തായാലും കാര്യമായി, കാരണം ഈ ആസ്ട്രോടാക്ക് ആപ്പ് എടുത്തിട്ട് റിവ്യൂ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. പുള്ളിക്ക് എന്തായാലും സന്തോഷമായി. അയ്യോ, ഇതാണ് ആത്രോത്തോക്ക്. ഇജാതി കോമഡികളാണ് ഇതിനകത്ത് നടക്കുന്നത്. എല്ലാവരുടെയും വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ, ആദ്യത്തെ ചാറ്റ് ഫ്രീ ആണത്. ഈ ഫ്രീ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആദ്യത്തെ 2 മിനിറ്റ് ആണ് ഫ്രീ. ഈ 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ഇവരൊരു കാര്യം പറഞ്ഞു വെക്കും. അതെന്താണെന്ന് നമ്മളങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, അയ്യോ 2 മിനിറ്റ് തീർന്നല്ലോ, ഇനി നിങ്ങൾ റീചാർജ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളത്. നമ്മുടെ ഒരു ജീവിത പ്രശ്നമാണ്, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അയ്യോ എന്തോ വലുത് വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, റീചാർജ് ചെയ്യും. എന്താ പറയുന്നുള്ളതെന്ന് കേൾക്കും. അന്നേരം നമ്മൾ 10, 20, 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യും. ഇതിങ്ങനെ റീചാർജ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇത് തീരാറാവുമ്പോഴത്തേക്ക് പിന്നെ ഒരു ചൂണ്ടിട്ട് വരും, നിങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു സാധനം വരാൻ പോകുന്നു. അന്നേരം നമ്മൾ പിന്നെ റീചാർജ് ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഇങ്ങനെ നമ്മളെ റീചാർജ് ചെയ്യിപ്പിച്ച് മൂഞ്ചിപ്പിക്കുന്ന ആപ്പിന്റെ പേരാണ് ആത്രോത്തോക്ക്. സോ ബേസിക്കലി ഇത് ഒരു ചൂഷണമാണ്. ദിസ് ഈസ് എ സ്കാം. പോയി പെടാതിരിക്കാൻ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ പ്രൊമോഷൻ ചെയ്യുന്ന ടീംസ് ഒക്കെ നല്ല രീതിയിൽ സാധനം ചെമ്പ് മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വേറൊരു വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ ശരി.